ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇൻഫിനിറ്റി പെയിൻറ്റർ യൂസ് ചെയ്തുകൊണ്ട് ഡിജിറ്റൽ ഡ്രോയിങ് ചെയ്യുന്നൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് ഒരു റിയലിസ്റ്റിക് ഡ്രോയിങ് ചെയ്തിരുന്നു, കാണാത്തവരുടെ കാണാം, ലിങ്ക് ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം. ഇൻഫിനിറ്റി പെയിൻറ്റർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിന് ഇമ്പോർട്ടൻ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, ഗാലറിയിലേക്ക് പോവുക. ഏത് ഫോട്ടോ ആണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. ഞാനിവിടെ DQൻ്റെ ഫോട്ടോ ആണ് എടുത്തിരിക്കുന്നത്. അത് നേരെ ട്രേസ് കൊടുക്കാം. ഓക്കെ, ഇനി അത് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊരു ഒപ്പാസിറ്റി കുറവായിരിക്കും. ആ ഒരു ലെയറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒപ്പാസിറ്റി കൂട്ടി കൊടുക്കുക. ഇനി പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് അത് നമ്മൾ പുതിയ ലെയർ യൂസ് ചെയ്യുന്നത് ഔട്ട്ലൈൻ ഇടാനായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പ്രോസസ് ഔട്ട്ലൈനാണ്. അപ്പോൾ ഔട്ട്ലൈൻ ഇടുന്ന വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതുപോലെ തന്നെ ഇവിടെ യൂസ് ചെയ്യുന്ന ബ്രഷും കളർ പാലറ്റ് ഞാൻ മുമ്പേ അപ്ലോഡ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ടെലിഗ്രാമിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കളർ പാലറ്റ് ഡൗൺലോഡ് ചെയ്യാം അവിടെ നിന്നും. ഓക്കെ, ഇനി ടൂൾസിലേക്ക് വരികയാണെങ്കിൽ ലാസി ടൂളാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബ്രഷിലേക്ക് വരികയാണെങ്കിൽ ബ്രഷിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫില്ലർ ഓപ്ഷൻ കാണാം. ബ്രഷിലേക്ക് വന്നാൽ ഫില്ലർ ഓപ്ഷൻ കാണാം. ആ ഫില്ലർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് മേലെ തന്നെ ആയിട്ട് സോളിഡ് ഫിൽ എന്ന് പറഞ്ഞിട്ടൊരു ബ്രഷ് കാണാം. അതാണ് നമ്മുടെ ബ്രഷ്. ഇവിടെ ലാസോ ബ്രഷല്ല, ഇവിടെ സോളിഡ് ഫിൽ. ഓക്കെ, ഇനി ഡ്രോയിങ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഡ്രോയിങ് ചെയ്യുന്നത് ഓൾറെഡി ഔട്ട്ലൈൻ ഇടുന്ന ഏകദേശം എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പോൾ ഒന്ന് ടൈം ലാപ്സ് രൂപത്തിലാണ് വീഡിയോ ഉണ്ടാവുക. ഓക്കെ, അങ്ങനെ ഔട്ട്ലൈൻ പ്രോസസ് കംപ്ലീറ്റ് ആക്കി. ഈ പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു. അത് ഇപ്പോൾ ഡ്രോയിങ് ചെയ്ത ആ ഒരു ഔട്ട്ലൈൻ്റെ ലെയറിന് താഴെയാക്കി വെക്കുക. ഓക്കെ, ഇനി ചെയ്യുന്നത് നമ്മൾ ബ്ലാക്ക് കളർ യൂസ് ചെയ്തുകൊണ്ടുള്ള ഷെയ്ഡിംഗ് ആണ്. ഇവിടെ ബ്രഷിന് മാറ്റമൊന്നുമില്ല, ബ്രഷിൻ്റെ ഒപ്പാസിറ്റിക്ക് മാത്രമേ മാറ്റമുള്ളൂ. ജസ്റ്റ് ഒപ്പാസിറ്റി നമ്മൾ ആ ഒരു ഡ്രോയിങ്ങിന് കണക്കായ രീതിയിൽ സെലക്ട് ചെയ്യുക. നമ്മൾ ഫേസിന് ബ്ലാക്ക് ഷെയ്ഡ് നൽകുന്നില്ല. ആകെ ചെയ്യുന്നത് ഡ്രസ്സിലും അതുപോലെ ക്യാപ്പുള്ളതുകൊണ്ട് ക്യാപ്പിലും മാത്രം ബ്ലാക്ക് കളർ ഒപ്പാസിറ്റി കുറച്ചിട്ട് ഷെയ്ഡിങ് നോക്കി അത് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഷെയ്ഡിങ് പ്രോസസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പുതിയ ലെയർ വീണ്ടും സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ ലെയർ ഇതുവരെ ചെയ്ത ഡ്രോയിങ്ങിനൊക്കെ താഴേക്ക് വെക്കുക. അപ്പോൾ നമ്മൾ ഷെയ്ഡിങ്ങും ചെയ്ത് അതുപോലെ ഔട്ട്ലൈൻ ഇട്ടു. ഇനി ക്യാപ്പിൻ്റെ കളർ നൽകുന്നതാണ്. അപ്പോൾ അതിനായിട്ട് പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ നേരെ ക്യാപ്പിൽ നിന്നും അവർ കളർ പിക്ക് ചെയ്യണം. ഓക്കെ, ലെയർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ക്യാപ്പിൽ നിന്നും കളർ പിക്ക് ചെയ്യണം. ഞാനിപ്പോൾ ആ ഒരു കളർ കുറച്ച് കൂട്ടി കൊടുക്കുകയാണ്. അപ്പോൾ ഓവറായിട്ട് ഡാർക്ക് ആക്കുന്നില്ല. ഓക്കെ, ഇനി അതിലേക്ക് അപ്ലൈ ചെയ്യണം. അങ്ങനെ ക്യാപ്പിൻ്റെ കളർ അപ്ലൈ ചെയ്തു. ഇനി ചെയ്യുന്നത് ഡ്രസ്സിൻ്റെ കളറാണ്. അതിനായിട്ട് വീണ്ടും ഒരു പുതിയ ലെയർ എടുക്കുക. നോർമലി ചെയ്യുന്നത് പോലെ തന്നെ ലെയർ ഇതിൽ താഴെയാക്കി വെക്കുക. ഇതുവരെ ചെയ്ത ഔട്ട്ലൈനിങ്ങിൻ്റെയും കളറിങ്ങിൻ്റെയും ഷെയ്ഡിങ്ങിൻ്റെയും ഒക്കെ താഴെയാക്കി ആ ലെയർ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഡ്രസ്സിൻ്റെ കളർ പിക്ക് ചെയ്യുക, അതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സിമ്പിളായിട്ടാണ്, പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് ഇത് മേക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് വീഡിയോയുടെ ഇപ്പം ഡ്രോയിങ് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് സ്പീഡാക്കിയത്. കാരണം പറയുന്നതും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് സ്പീഡാക്കിയത്. കാരണം പെട്ടെന്ന് ഒരു 14-16 മിനിറ്റ് കൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുന്നുണ്ട്. അങ്ങനെ ഷർട്ടിൻ്റെ കളർ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി പുതിയ ലെയർ വീണ്ടും ക്രിയേറ്റ് ചെയ്യാണ്. ആ ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതുവരെ ചെയ്ത ഡ്രോയിങ്ങിനൊക്കെ താഴെ തന്നെ ആക്കി വെക്കാം. ഇനി ചെയ്യുന്നത് ലിപ്സിൻ്റെയും ഐൻ്റെയും അതുപോലെ ടീത്തിൻ്റെയും കളർ നൽകാമെന്നാണ്. ഓക്കെ, അപ്പോൾ അതിന് ബ്രഷും കാര്യങ്ങൾക്കൊന്നും മാറ്റമില്ല. നമ്മൾ സോളിഡ് ഫിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഞാനിവിടെ ലാസി ടൂൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു ഇൻഫിനിറ്റി പെയിൻറ്റിൽ ആ ഒരു പ്രശ്നം വരുന്നില്ല, എന്താ സ്മൂത്ത്നെസ് കിട്ടാത്ത പ്രശ്നം വരുന്നില്ല, കറക്റ്റായിട്ട് അപ്ലൈ ആകുന്നുണ്ട്.
ഓക്കെ, അങ്ങനെ ലിപ്സിൻ്റെ കളർ അപ്ലൈ ചെയ്തു. ഇനി ചെയ്യുന്നത് ഫേസിൻ്റെ ബേസ് കളർ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ അതിനായിട്ട് പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ബേസ് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കളർ പാലറ്റും അതുപോലെ യൂസിൻ്റെ റെഫറൻസ് ഒക്കെ ഞാൻ ടെലിഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഗൂഗിൾ ഡ്രൈവിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് രണ്ട് പ്ലേസിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മൾ ബേസ് കളർ ആദ്യം അപ്ലൈ ചെയ്ത് ചെറിയൊരു മാറ്റം ഇൻഫിനിറ്റി പെയിന്റിൽ ചെയ്യുമ്പോൾ അതിപ്പോൾ കാണിച്ചു തരാം. ഇനി ഒരു പുതിയ ലെയർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, നമ്മളൊരു പുതിയ ലെയർ ഇപ്പോൾ ഷെയ്ഡ് 1 നമുക്ക് ഞാൻ കൊടുക്കുകയാണ്. ഇങ്ങനെ ഷെയ്ഡ് 1 എന്നിട്ടൊരു ലെയർ ക്രിയേറ്റ് ചെയ്തു പുതിയ, അതും ഈ ബേസ് കളറിന് മുകളിലായിട്ട്. എന്നിട്ട് ആ ഒരു ലെയറിൽ പ്രസ് ചെയ്തതിനാൽ താഴെയായിട്ട് ക്ലിപ്പ് എന്ന ഓപ്ഷൻ കാണും, അത് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് സെലക്ട് ചെയ്തതിന് നമ്മുടെ ആ ഒരു ഡ്രോയിങ്, ഇനി ചെയ്യുന്ന ഡ്രോയിങ് ആ ബേസ് കളറിൻ്റെ മെയിനായിട്ട് നാം പുറത്തേക്ക് പോകാത്ത രീതിയിൽ ബേസ് കളറിൻ്റെ ഉള്ളിൽ മാത്രമായിട്ടാണ് വരിക. ഓക്കെ, അപ്പോൾ ഇനി ഓരോ ലെയറുകളും ഇതിൻ്റെ മേലായിട്ടാണ് വരിക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഡാർക്ക് കളർ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഫേസിൽ ഏറ്റവും ഡാർക്ക് ആയിട്ടുള്ള കളർ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്ന് പിക്ക് ചെയ്തതല്ല, പുറമേ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ച് സേവ് ചെയ്ത് വെച്ച കളറാണ്. ഓക്കെ, അപ്പോൾ ഞാനിതിൻ്റെ ഒപ്പാസിറ്റി ബേസ് കളർ ഒപ്പാസിറ്റി കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലെ ആ ഒരു ഷെയ്ഡിങ്ങിൻ്റെ ലൈറ്റായിട്ടുള്ള ലൈനുകൾ മാത്രമേ ഇതിൽ കാണാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, അങ്ങനെ ഷെയ്ഡ് 1 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ചെയ്യുന്ന ഷെയ്ഡ് 2. അപ്പോൾ അത് ഇതിൻ്റെ മേലായിട്ട്, ഇതിൻ്റെ താഴെയായിട്ടുണ്ടെങ്കിലും. ഓക്കെ, അപ്പോൾ ഷെയ്ഡ് 2 സെലക്ട് ചെയ്യാണ്. എന്നിട്ട് ഇതുപോലെ തന്നെ നേരത്തെ ബേസ് കളറിൻ്റെ ഓപ്പോസിറ്റ് കുറച്ച് വെച്ചതുപോലെ കൊടുക്കുക. സെക്കൻഡ് ഷെയ്ഡിലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി തേർഡ് ഷെയ്ഡിലേക്ക് അടക്കാം. അപ്പോൾ ഇത് ടോട്ടലി 6 or 7 ഷെയ്ഡ്സ് ആണ് ഉള്ളത്. ഒന്ന് ബേസ് കളറായിട്ട് വരും, 4 ഷെയ്ഡിങ് വരുന്നത് ഹൈലൈറ്റിംഗ് ആണ്. ഞാനിവിടെ ഹൈലൈറ്റിംഗ് യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അങ്ങനെ നമുക്ക് തേർഡ് ഷെയ്ഡിലേക്ക് അടക്കം പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. തേർഡ് ഷെയ്ഡ് സെലക്ട് ചെയ്തു. നേരത്തെ ചെയ്ത പോലെ തന്നെ ബേസ് കളറിന് ഓപ്പോസിറ്റ് കുറച്ച് വെക്കുക. എന്നിട്ട് റെഫറൻസിലേക്ക് ഓണാക്കി വെക്കുക. എന്നിട്ട് അതിനുള്ള ഷെയ്ഡ് വേണം അതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഷെയ്ഡിങ് 3 കംപ്ലീറ്റ് ആയി. ഇനി ഷെയ്ഡിങ് 4ലേക്കാണ്. അപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റ് കളറാണ്. നമ്മുടെ ബേസ് കളറിന് തൊട്ട് പറയുന്ന കളറാണ് ഷെയ്ഡിങ് 4 വരുന്നത്. അതും നേരത്തെ ചെയ്തതുപോലെ തന്നെ ബേസ് കളറിന്റെ ഒപ്പാസിറ്റി കുറച്ച് വയ്ക്കുക. എന്നിട്ട്
ആ പുതിയ ലെയറിൽ ഫേസിൻ്റെ ഷെയ്ഡിങ് അനുസരിച്ചിട്ട് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഷെയ്ഡിങ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ഇനി ഇതുവരെ ചെയ്ത ഷെയ്ഡിങ്ങിൻ്റെ 4 ലെയറുകൾ, ബേസ് കളർ ഒഴികെയുള്ള 4 കളറുകൾ മെർജ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇവിടെ ലെയറിൻ്റെ സെക്ഷനിൽ 4ാമതായി കാണുന്ന സെക്ഷനിലേക്ക് ക്ലിക്ക് ചെയ്ത് നമുക്ക് 4 ലെയർ മെർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ 4 ലെയറുകളും മെർജ് ചെയ്തതിനു ശേഷം ബ്രഷിൻ്റെ താഴെയായിട്ട് 2ാമതായിട്ട് കാണുന്ന സെക്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ബ്രഷ് സെക്ഷനിൽ ഗ്ലോ എന്ന് പറഞ്ഞ സെക്ഷനിലേക്ക് പ്രസ് ചെയ്യുക. അതിൽ സോഫ്റ്റ് ഗ്ലോ എന്ന് പറഞ്ഞ ബ്രഷ് സെലക്ട് ചെയ്യുക. അത് യൂസ് ചെയ്തുകൊണ്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ബ്ലെൻഡ് ചെയ്യുമ്പോൾ പരക്കനെ മിക്സ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്തിരിക്കുക. ഓരോ ലെയർ ബൈ ലെയർ ആയിട്ട്, എന്താ പറയുക, ഞാനിപ്പോൾ ചെയ്യുന്ന ആ ഒരു ലെയറിൻ്റെ ഓരോ ലെയറിൻ്റെ ഒരു ലൈന് കാണുന്നുണ്ടല്ലോ, ആ ഓരോ ലൈനുകളും മാത്രം വെച്ച് ബ്ലെൻഡ് ചെയ്യുക. മുഴുവനായി കളർഫിലാക്കിയിട്ട് ബ്ലെൻഡ് ചെയ്യരുത്. ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞാൽ ഫേസിൻ്റെ ബ്ലെൻഡിങ് കംപ്ലീറ്റ് ആയി. ഇനി ചെയ്യുന്നത്, നമ്മൾ നേരത്തെ ബ്ലാക്ക് കളർ ഒപ്പാസിറ്റി കുറച്ചിട്ട് ഷെയ്ഡ് ചെയ്തിരുന്നു, ആ ഷെയ്ഡിനെയും കൂടി ക്യാപ്പിലെയും ഡ്രസ്സിലെയും ആ ഒരു ഷെയ്ഡൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആ ഒരു ബ്ലെൻഡിങ് സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ആ ഒരു സർക്കിൾ എടുത്തിട്ട് ഷർട്ടിൻ്റെ ബട്ടൺസ് സെറ്റ് ചെയ്യാണ്. അപ്പോൾ അത് നിങ്ങൾ ആ ഒരു ബട്ടൺസ് സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിലിംഗ് നൽകി ആ ഒരു ബ്രഷ് ബട്ടൺസിനെ മേക്ക് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ വെറും ബ്ലാക്ക് റൗണ്ട് മാത്രമേ ഫിക്സ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ ഇൻഫിനിറ്റി പെയിൻറ്റർ യൂസ് ചെയ്തുകൊണ്ടുള്ള ഈ ഒരു ട്യൂട്ടോറിയൽ ഇവിടെ അവസാനിക്കുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്താം. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ.